ഒരു ദിവസം നിങ്ങൾ അവസാനമായി നിങ്ങളുടെ കണ്ണുകൾ ചിമ്മും. പിന്നീട് ഒരിക്കലും അത് തുറക്കില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം നിങ്ങൾ അവസാനമായി കേൾക്കും. പക്ഷേ അവർക്ക് മറുപടി നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ നിമിഷം വരുമ്പോൾ നിങ്ങളുടെ ശരീരം ഇവിടെ തന്നെ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആത്മാവ് അപരിചിതമായൊരു ലോകത്തേക്ക് യാത്ര തിരിക്കുകയായിരിക്കും. എന്തായിരിക്കും ആ ആദ്യത്തെ രാത്രിയിലും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് അനുഭവപ്പെടുക? ഈ വീഡിയോയിൽ നമ്മൾ നിഗൂഢമായ ബർസഖ് ലോകത്തേക്ക് പോകുകയാണ്. എല്ലാവരും കടന്നുപോകുന്ന ആ യാത്രയെക്കുറിച്ച് നമ്മൾ പര്യവേക്ഷണം ചെയ്യും. എന്നാൽ ഒരാൾക്കതിനെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു: നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മരണാനന്തരമുള്ള ഓരോ നിമിഷവും നമ്മളിവിടെ പുനരാവിഷ്കരിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് ട്രൂ ഹിസ്റ്ററി സിനിമ. അദൃശ്യമായ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്രവാചകൻ പറഞ്ഞു, എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴിതാ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. വർഷങ്ങളായി നിങ്ങൾ നീട്ടിവെച്ച, ഒരിക്കലും വരില്ലെന്ന് നിങ്ങൾ കരുതിയ ആ നിമിഷം, അവസാന ശ്വാസം. നിങ്ങളുടെ നാവിന് സംസാരിക്കാൻ കഴിയുന്നില്ല. കണ്ണുകൾ ഒരൊറ്റ ബിന്ദുവിൽ ഉറച്ചുപോകുന്നു. ഹൃദയം അവസാനമായൊന്നു മിടിക്കുന്നു, പിന്നെ നിലയ്ക്കുന്നു. കാലിന്റെ വിരലുകളിൽ നിന്ന് ഒരു തണുപ്പ് തുടങ്ങി ശരീരമാകെ പടരുന്നു. ഇതൊരു സാധാരണ തണുപ്പല്ല, ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടാൻ പോകുന്നുവെന്നതിന്റെ ലക്ഷണമാണത്. മൂസാ നബി അലൈഹിസ്സലാം മരണത്തെ വിശേഷിപ്പിച്ചത് ഇപ്രകാരമാണെന്ന് നിവേദനം ചെയ്യപ്പെടുന്നു: ജീവനോടെയുള്ള ഒരു പക്ഷിയെ ചുട്ടുപഴുത്ത ചട്ടിയിലിട്ടാൽ അത് രക്ഷപ്പെടാൻ ചിറകടിക്കുന്നതുപോലെയാണ് മരണം. ആത്മാവ് പാദങ്ങളിൽ നിന്ന് കാലുകളിലേക്കും, അവിടെ നിന്ന് വയറിലേക്കും, നെഞ്ചിലേക്കും, അവസാനം തൊണ്ടക്കുഴിയിലേക്കും എത്തുന്നു. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറയുന്നു: ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആ സമയത്ത് മരിക്കുന്ന വ്യക്തിയെ നോക്കി നിൽക്കുന്നവരെ, നിങ്ങളെക്കാൾ അവനുമായി ഏറ്റവും അടുത്തത് നാമാണ്, പക്ഷെ നിങ്ങളത് കാണുന്നില്ല. ഈ സമയം ശരീരത്തിലെ ഓരോ കോശവും വേദന കൊണ്ട് പൊളയുകയാണ്. നനഞ്ഞ കമ്പിളിയിൽ നിന്ന് മുള്ളുള്ള കൊമ്പ് വലിച്ചെടുക്കുന്നതുപോലെയാണ് ആത്മാവിന്റെ വേർപാട്. ഈ പോരാട്ടത്തിനിടയിൽ ഇരുണ്ട ഒരു രൂപം നിങ്ങളുടെ അരികിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് മറ്റാരുമല്ല, ശൈത്താൻ അഥവാ പിശാചാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച അവൻ അവസാനമായി ഒരിക്കൽ കൂടി വരുന്നു. അവൻ നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കും. എന്നെ വിശ്വസിക്കൂ, ഈ മതം ഉപേക്ഷിക്കൂ എന്നവൻ മന്ത്രിക്കും. പക്ഷേ ആരാണോ ജീവിതത്തിൽ അല്ലാഹുവിനെ മുറുകെ പിടിച്ചത്, അവനെ അല്ലാഹു സഹായിക്കും. ഹദീസിൽ പറയുന്നതുപോലെ, നിങ്ങൾ എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ മരിക്കും. വിശ്വാസത്തോടെ ജീവിച്ചവർക്ക് പിശാചിന്റെ വസ്വാസ് ഏൽക്കില്ല. ഇവിടെ വെച്ച് മനുഷ്യർ രണ്ടായി തിരിയുന്നു. വിശ്വാസമില്ലാതെ മരിക്കുന്നവർക്ക് മരണം അങ്ങേയറ്റം വേദനാജനകമാണ്. മലക്കുകൾ വിളിച്ചു പറയും: പുറത്തുവരൂ, ദുഷിച്ച ആത്മാവേ,